ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എണ്ണയില്ലാതെ നമുക്ക് എങ്ങനെ ഈ കാണുന്നില്ലേ, നിങ്ങളീ കാണുന്ന പപ്പടം ഒക്കെ വറുത്തെടുക്കാം എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓളിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് വീട്ടിൽ സ്ഥിരമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് എണ്ണയില്ലാതെ വറുത്തെടുക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയം തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓളിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടുവാണ്. ഏകദേശം ഒരു 750 ഗ്രാമോളം ഉപ്പ് ഞാനിതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്താണോ വറുത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉപ്പെടുക്കാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ ഉപ്പ് നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈയൊന്നും അതിൽ തൊട്ട് നോക്കരുത്. ചൂടായതിനു ശേഷം കൈ തൊട്ടാൽ നമ്മൾ ഏകദേശം എണ്ണയിൽ തൊടുന്ന അതേ ഫീലിങ്സ് ആയിരിക്കും. നന്നായിട്ട് പൊള്ളിപ്പോവും, അതുകൊണ്ട് കൈ ഇതിൽ തൊടരുത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കാം നന്നായിട്ട്. ഉപ്പ് ഏകദേശം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ പപ്പടത്തിൻ്റെ ചെറിയ കുഞ്ഞു കുഞ്ഞു പപ്പടങ്ങളിലെ വീല് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് നന്നായിട്ട് വരുന്നുണ്ട്, കണ്ടോ? ഓക്കെ, എണ്ണയില്ലാതെ നമുക്ക് നന്നായിട്ട് ഇത് വറുത്തെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ കൊടുക്കാമല്ലോ, നല്ല സ്നാക്കല്ലേ ഇത്. അപ്പോൾ ഇത് നമുക്ക് കരിഞ്ഞു പോകാതെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇത് ഒരു പാക്കറ്റ് ഉപ്പ് നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അതെടുത്ത് മാറ്റി വെച്ച് ഒരു ടിന്നിൽ എങ്ങനെ വിട്ടിട്ട് മാറ്റി വെച്ചിരുന്നാൽ മതിയാവും. പിന്നെ വീണ്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പൊരിച്ചെടുക്കേണ്ട സമയത്ത് നമുക്ക് അത് ആ ഉപ്പെടുത്ത് ചൂടാക്കി എടുത്താൽ മതിയാവും. നമുക്ക് ഓയിലാവുമ്പോഴല്ലേ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇതുപോലെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ഏകദേശം പാകമാകുമ്പോൾ നമുക്കതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബാറ്റിൻ്റെ ഷേപ്പിലുള്ള ആ പപ്പടം ഒന്ന് നോക്കാം. ഓക്കെ, അത് ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പെല്ലാം അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ കോരിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല ചൂടായി കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നേരം ആ ഒരു നമുക്കെപ്പോഴും ചൂട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ ബാറ്റൊക്കെ നന്നായിട്ട് പൊള്ളി വരുന്നതുണ്ട്, കണ്ടോ? അപ്പോൾ ഇനിയിപ്പോൾ ആരും ഉള്ളിവടയൊന്നും ഇതിൽ ഉപ്പിലിട്ട് പൊരിച്ചെടുക്കാൻ നോക്കരുത് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ആ ഉപ്പൊന്ന് നന്നായിട്ട് തട്ടിക്കളഞ്ഞാൽ മതിയോ. ഈ ബാറ്റിൻ്റെ ഉള്ളിലൊക്കെ പോവാതെ ഉപ്പ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതിലൊക്കെ ഏകദേശം കുറച്ചൊരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉള്ള സാധനങ്ങളാണല്ലോ ഇതൊക്കെ. അതുകൊണ്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് വലുതായിട്ടൊന്നുമില്ല. വലുതായിട്ടല്ല, നമുക്ക് കഴിക്കാൻ സാധാരണ ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്റ് ഇവിടെ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം ഒന്ന് ടെസ്റ്റ് ചെയ്താലോ. പപ്പടം നമുക്ക് ഇതിനകത്തോട്ടിട്ട് നോക്കാം.
ബാക്കി കുറച്ചിത് ഇങ്ങനെ എടുത്ത് മൂടി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും അതെങ്ങനെയാണ് അത് പൊള്ളി വരുന്നതെന്നുള്ളത്. കണ്ടില്ലേ? പപ്പടമൊക്കെ എണ്ണയില്ലാതെ ഇങ്ങനെ പൊരിക്കാൻ കിട്ടിയാൽ ആരാണ് കഴിക്കാത്തതല്ലേ? അല്ലെങ്കിലും BP ഉള്ളവർക്ക് പപ്പടം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, കഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പപ്പടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കാഷ്യൂസ് ഒന്ന് ഇട്ട് നോക്കാം. കാഷ്യൂസ് റോസ്റ്റ് ചെയ്യില്ലേ നമ്മൾ, ആ സെയിം റോസ്റ്റ് ചെയ്ത് അതേ ടേസ്റ്റും മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കാരണം നമ്മൾ എണ്ണയിൽ റോസ്റ്റ് ചെയ്തെടുക്കുമല്ലോ കാഷ്യൂസ്, അപ്പോൾ അതുപോലത്തെ സെയിം മണമാണ് നമുക്ക് വരുന്നത്. കുറച്ചു നേരം കഴിഞ്ഞാൽ കരിഞ്ഞു പോവും, അതുകൊണ്ട് കരിയുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതങ്ങ് എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ ആരും ഉള്ളിവടയിൽ നിന്ന് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രമിക്കരുതേ. ഫിഷൊന്നും ഫ്രൈ ചെയ്യാൻ പറ്റില്ല. ഇത് ഇത്രയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് കറക്റ്റായിട്ട് ഉറപ്പാണ്. നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാവും, നന്നായിട്ട് പൊള്ളി വരികയും ചെയ്യും. ഈ ഉപ്പ് നമുക്കെടുത്ത് ബാക്കി വെച്ചിരുന്നാൽ വീണ്ടും വീണ്ടും ഇതുപോലെ എന്തെങ്കിലും ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും, റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി കുറച്ചും കൂടി പപ്പടം എങ്ങനെയാണ് നന്നായിട്ട് പൊള്ളി വരുന്നത് ഞാൻ കാണിച്ചു തരാം. പപ്പടം ഇത്രയും പൊള്ളി വരുന്നത് കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ടിട്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ടാൽ അധികം പൊള്ളത്തില്ല. ഓക്കെ, അങ്ങനെ ഒരു പപ്പടം കൂടി ഇതിലിട്ട് ഒന്ന് വറുത്ത് കാണിച്ചു തരാം. കാണുന്നില്ല, പപ്പടം പൊള്ളി വരുമ്പോൾ ഉപ്പ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണുന്നില്ലേ? ഇതൊക്കെ നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇത് നന്നായിട്ട് പൊടിഞ്ഞ് ക്രിസ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും വരുന്നത് വരേക്കും ബൈ ബൈ.